സമ്പത്ത് കൂടി ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ശ്രീ സമ്പത്ത്, KVSന്റെ വാക്കുകൾ താങ്കൾ കേട്ടിട്ടുണ്ടാകും, ഞാനത് ആവർത്തിക്കുന്നില്ല. ഒപ്പം അദ്ദേഹം ചില ഡേറ്റകൾ പങ്കുവച്ചത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ തന്നെ നിർമ്മലാ സീതാരാമൻ ധനബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് നൽകിയ മറുപടിയാണ്. അതിലാണ് പറയുന്നത് 2004 മുതൽ 14 വരെ UPA കാലത്ത് കേരളത്തിന് നൽകിയത് 46,300 കോടി. അതേസമയം 2014 മുതൽ 24 വരെ 1.57 ലക്ഷം കോടി രൂപ നൽകുന്നു. ഇങ്ങനെയാണ് ധനമന്ത്രി പറഞ്ഞത്. ഒപ്പം KVSനുള്ള മറുപടി. നമ്മുടെ എല്ലാം ബഹുമാന്യനായ ജ്യേഷ്ഠ സഹോദരനാണ് KVS. ഞാനിപ്പോൾ ഈ ചർച്ചയിൽ എൻ്റെ ഏതെങ്കിലും ഒരു പ്രയാസം കൊണ്ടല്ല, നമ്മുടെ TV ക്രൂ എത്താനായി വൈകിയത് കൊണ്ട് ലേശം സമയം താമസിച്ചിട്ടുണ്ട്, ദയവായി ക്ഷമിക്കണം. എങ്കിലും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, എനിക്ക് അങ്ങനെ പറ്റിപ്പോയത് എൻ്റേതായ ഒരു കുഴപ്പം കൊണ്ടല്ലെങ്കിലും. നമ്മുടെ പല മാധ്യമങ്ങളും ഇപ്പോൾ ഇന്നിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ചില മാധ്യമങ്ങളെങ്കിലും ഈ മുഖ്യമന്ത്രിക്കും പുത്രിക്കും ആശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വാസം ഒന്നും ഒരു മീഡിയ എടുത്തും അവർ തേടിയോ ഒന്നുമില്ല. ഇതിങ്ങനെ ഈ ചില മാധ്യമങ്ങളെങ്കിലും അത്തരത്തിൽ ചില രാഷ്ട്രീയ കക്ഷികളിലോ നേതാക്കൾക്കോ ഇങ്ങനെ അഴിഞ്ഞാടുന്നതിന് വേണ്ടി ചില പ്രത്യേക അജണ്ടകൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു ചർച്ച നടക്കുന്നത്. KVS പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു BJPയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയേണ്ടത്. അപ്പം ഞാൻ ഇതിനെ സംബന്ധിച്ച് എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ പറയാം. നമ്മളിതിൽ സെൻട്രൽ സ്കീമുകളുമുണ്ട്, സെൻട്രലി സ്പോൺസേഡ് സ്കീമുകളുമുണ്ട്. അതെ, BJPയുടെ കോർ കമ്മിറ്റി ഇതിനെ സംബന്ധിച്ചെല്ലാം ജനങ്ങളോട് പറയാനായി അത്തരത്തിൽ തയ്യാറായി വരുന്നുവെങ്കിൽ അത് നല്ലതാണ്. KVS ചേട്ടനെ പോലുള്ളവർ തന്നെ ഇക്കാര്യത്തെ സംബന്ധിച്ച് BJPയുടെ റാങ്ക് ആൻഡ് ഫയലിനെ പഠിപ്പിക്കുകയും അത് ജനങ്ങളോട് പറയുന്നതിന് BJP ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിലേക്ക് അവർ അത് വരികയും വേണം. നമുക്ക് അത്തരത്തിൽ ജനങ്ങളുടെ മുമ്പാകെ തന്നെ അത്തരത്തിലുള്ള സംവാദങ്ങൾ പൊതുവിടങ്ങളിൽ നടത്താം. അപ്പം ഞാനിത് പറയുന്നതിന്റെ കാരണം ഈ സെൻട്രൽ സ്കീമുകൾ എന്നുള്ളതിന്റെ മുഴുവനും സെൻട്രൽ സ്കീമുകളിൽ എല്ലാത്തിൻ്റെയും അതിനെ മുഴുവൻ ഫണ്ടിങ്ങും നടത്തുന്നത് അത് ഇന്ത്യ ഗവൺമെന്റ് തന്നെയാണ്, സംസ്ഥാന ഗവൺമെന്റുകളല്ല അത്തരത്തിൽ. അപ്പോൾ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിന് ഇപ്പോഴും നൽകിയിട്ടില്ല, വന്നാൽ അതേതാണ്, അത് സെൻട്രൽ സ്കീമിൽ പെടുന്നതാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധ കാര്യം. എന്നാൽ സെൻട്രലി സ്പോൺസേഡ് സ്കീമുകളുണ്ട്, അത് ഓരോ വർഷങ്ങളിലും വർദ്ധിച്ച് തന്നെ വരും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 100ഓളം സെൻട്രലി സ്പോൺസേഡ് സ്കീമുകളുണ്ട്. ഇതിൻ്റെതായ തുടക്കം എങ്ങനെയാണ് അഭിലാഷേ? ഇതിന്റെ തുടക്കം എന്നത് ഇപ്പോൾ ഹിമാലയൻ സ്റ്റേറ്റുകളിലാണെങ്കിൽ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലാണെങ്കിൽ തുടക്കം ആദ്യം പറയും 90:10 എന്ന് പറയും. എന്ന് വെച്ചാൽ 90% ഞങ്ങൾ ഇന്ത്യ ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റും 10% നിങ്ങളും എന്നുള്ള നിലയിലേക്ക് തുടങ്ങും. ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അത് 70:20 ആവും, പിന്നീട് അത് 60:40 ആവും. നമ്മളെപ്പോലുള്ള കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വരുമ്പോൾ ആദ്യം ഇക്കാര്യത്തിൽ പറയും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 60:40 എന്നുള്ള നിലയിൽ പറയും. അത് പിന്നീട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താണ്, ഇതിന്റെ ഭരണപരമായിട്ടുള്ള മറ്റ് ചെലവുകളും അതിന്റെ മറ്റനാമത്തെ ചെലവുകളുമെല്ലാം സംസ്ഥാനത്തിന്റെ തലക്കിലേക്ക് വയ്ക്കും. അത് മാത്രമല്ല ഇത് 50:50 ആവും റേഷ്യോ, പിന്നീട് 40:60 ആവും, പിന്നീട് ഇത് കുറെ നാൾ കഴിയുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് തന്നെ ഈ കാര്യം ഭരണത്തേക്ക് വയ്ക്കും. ഞാനിത് പറയുന്നതിന്റെ കാരണം ഇവിടെ ഇപ്പോ കേരളം വല്ലാത്ത കടക്കണിയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപിടിച്ച് പ്രചണ്ഡമായ പ്രചരണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇതിന്റെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞത്. അത് ചില മാധ്യമങ്ങളും വല്ലാതെ പറയാം. ഞാൻ ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ നിതി ആയോഗിന്റെ കണക്ക് അതാവുമ്പോൾ പിന്നെ KVS ചേട്ടൻ അതിനകത്തൊരു തർക്കമുണ്ടാവാൻ സാധ്യതയില്ലല്ലോ. അതില് ഡെപ്റ്റ് ടു GDP പെർസെന്റേജ്, നമ്മളിപ്പോ ഇന്ത്യ ഒരു 5 ട്രില്യൺ എക്കോണമിയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള വലിയ കുതിച്ചുചാട്ടത്തിലാണ്, വികസിത് ഭാരത് അത്തരത്തിലുള്ള കാര്യത്തിലെല്ലാം നമ്മൾ പറയുന്നു. ബട്ട് ദ മണി ഈസ് എക്സിറ്റിംഗ് ഇന്ത്യ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നടക്കുന്നു. ആൻഡ് ദ റിച്ച് പീപ്പിൾ ദേ ആർ അവരെല്ലാം അവർ അങ്ങനെ ഈ സ്വർഗീയ കേന്ദ്രങ്ങൾ തേടി പുറത്തേക്കെല്ലാം പോകുന്ന ഒരു നിലയിലേക്ക് നമ്മളിപ്പോ ഈ കാര്യം പറയുമ്പോഴേ ശരി, നിതി ആയോഗിന്റെ ഒരു കണക്ക് മാത്രം ഞാൻ പറയാം. അതില് ഇന്ത്യ ഇന്ന് നിൽക്കുന്നത് പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ നിലയിലാണെങ്കിൽ ലോകത്തിൽ 139ാമത്തെ നിലയിലാണ്. മുകളിൽ നിന്ന് താഴേക്ക് 139ാമത്തെ സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. ആകെ മൊത്തം രാഷ്ട്രങ്ങളുടെ എണ്ണം ഏതാണ്ട് 183 184 വന്നിട്ടുള്ളൂ. 5 ട്രില്യൺ എക്കോണമി നമ്മൾ വലിയ എല്ലാം അത്തരത്തിലുള്ള വലിയ ഇന്ത്യയുടെ രാഷ്ട്രത്തിന്റെ നെഞ്ചളവെല്ലാം പറയുമ്പോൾ ആളോഹരി വരുമാനത്തെ സംബന്ധിച്ചാണ് ഞാനിത് പറയുന്നത്. ശതകോടീശ്വരന്മാർ വീണ്ടും അത്തരത്തിലുള്ളതായ സമ്പത്ത് അവരുടേത് വർദ്ധിപ്പിക്കുമ്പോൾ ഇത് സംഭവിക്കുന്നത്. ഇനി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അത് അതിന്റെ ഡെഫിസിറ്റുമായിട്ട് നമ്മൾ ഇത് ബഡ്ജറ്റ് എസ്റ്റിമേറ്റുമായി നിതി ആയോഗ് തന്നതിന്റെ കണക്ക് മാത്രം ഞാൻ പറയാം. അരുണാചൽ പ്രദേശ് GDP പെർസെന്റേജ് ഏത് ഇവിടെ ഡെഫിസിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിന്റെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് 6.3 അരുണാചൽ പ്രദേശ്. ആരാ ഭരിക്കുന്നത്?
ഏതെങ്കിലും പ്രതിപക്ഷ കക്ഷിയാണോ? എങ്ങനെയാണ് അരുണാചൽ പ്രദേശിലെ ഗവൺമെന്റ് BJP ഉണ്ടാക്കിയെന്ന് ഞാൻ പറയുന്നില്ല. 6.3 പശ്ചിമ ബംഗാൾ 3.6, രാജസ്ഥാൻ ഇപ്പോൾ ആരാ ഭരിക്കുന്നത്? അത് BJP ആണ്. എന്താ 3.9? ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, 4.7. പഞ്ചാബ് 3.8. ഇനി തീരുന്നില്ല, ത്രിപുരയിൽ അത് 4. സിക്കിം 5.4. ഉത്തർപ്രദേശ് 3.96. മധ്യപ്രദേശ് ആരാണ് ഇപ്പോൾ ഭരിക്കുന്നത്? 4.1. ഇവിടെ കേരളത്തിൻ്റെത് 3.4. ഇനി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റു പല സംസ്ഥാനങ്ങൾ ഞാൻ സമയച്ചുരുക്കം കൊണ്ട് പറയുന്നില്ല. മുമ്പ് UPA ഗവൺമെന്റിന്റെ കാലത്തുണ്ടായിരുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ ബഡ്ജറ്റ് എത്ര? 15 ലക്ഷം കോടി രൂപയായിരുന്ന ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് ഞാൻ പാർലമെന്റ് അംഗമായിരിക്കുമ്പോൾ സാക്ഷിയായിരുന്ന വർഷത്തിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ, യൂണിയൻ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് എന്നുള്ളത് അതിന്റെ ഇരട്ടിക്കപ്പുറമായി മാറുകയും ഒക്കെ ചെയ്തല്ലോ. സ്വാഭാവികമായി വരവ്, ചെലവ്, ഇത്തരം കാര്യങ്ങൾ അതിലെല്ലാം വർധനവുണ്ടാവും. അതുകൊണ്ട് അന്ന് തന്നതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ നൽകിയത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ വള്ളി നിക്കർ വിട്ടുകൊണ്ടാണ് നടന്നത് എന്നുള്ളത് കൊണ്ട് നമ്മളാരും ഇപ്പോൾ വള്ളി നിക്കർ വിട്ടുകൊണ്ട് നടക്കുന്നില്ല. നമ്മളുടെ ആവശ്യം മാറിയിട്ടുണ്ട്. നമുക്ക് മാന്യമായി വേഷം ധരിക്കണമെങ്കിൽ അന്നത്തെ അത് മതിയായിരുന്നു. ഇപ്പോ അത് പോരാ. അപ്പൊ അതിനനുസരിച്ച് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുക. നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമുള്ളതെല്ലാം നൽകി, ഗ്രാന്റുകളടക്കം 509% കൂട്ടിയെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഫൈനാൻസ് കമ്മീഷനെ ആരാണ് നിയമിക്കുന്നത്? ഫൈനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് ആരുമായിട്ടാണ്? ആ ഫൈനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് യൂണിയൻ ഗവൺമെന്റ് ആണല്ലോ, അല്ലേ? ഈ ഇത്തരത്തിൽ ഫൈനാൻസ് കമ്മീഷനെ നിയമിക്കുമ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആസൂത്രണ കമ്മീഷൻ എവിടെ പോയി അഭിലാഷേ? വേർ ഹാസ് ഇറ്റ് ഗോൺ? ഈ ഫൈനാൻസ് കമ്മീഷൻ ഇത് പറയുമ്പോൾ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ, അതിന്റെ അധ്യക്ഷൻ എന്നത് പ്രധാനമന്ത്രിയും അതിന്റെ ഉപാധ്യക്ഷനാണ് പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാനായി. അപ്പോ ഈ പ്ലാനിംഗ് കമ്മീഷൻ എന്നേക്കുമായി അപ്രത്യക്ഷമായി നമ്മുടെ റെയിൽവേ ബഡ്ജറ്റ് അപ്രത്യക്ഷമായതുപോലെ അപ്രത്യക്ഷമായി, ഇല്ലേ? എന്ന് മാത്രമല്ല, പകരം നിതി ആയോഗ് വന്നു. നിതി ആയോഗിൽ സംസ്ഥാനങ്ങളുടേതായിട്ടുള്ള അവരുടെ പ്രാതിനിധ്യം എന്താ? ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഈ ധനകാര്യ കമ്മീഷന്റെയും നിതി ആയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച നടത്തണമെങ്കിൽ എന്താണ്? ഇവിടെ നമ്മൾ ഇന്റർ സ്റ്റേറ്റ് കൌൺസിൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഭരണഘടനയിൽ പറയുന്നത്. ഇപ്പോ ഈ പറയുന്ന മോദി സർക്കാരിന്റെ മൂന്നാമത്തെ 5 കൊല്ലം കഴിഞ്ഞ് അടുത്തതിലേക്ക് വന്നിട്ടുണ്ടല്ലോ, മൂന്നാമത്തെ ഒരു ഊഴം കിട്ടി. ഈ പറയുന്ന 11 കൊല്ലക്കാലത്തിനിടയിൽ എത്ര തവണയാണ് ഈ ഇന്റർ സ്റ്റേറ്റ് കൌൺസിൽ എന്ന് വിളിച്ചു കൂട്ടിയിട്ടുള്ളത് സംസ്ഥാന മുഖ്യമന്ത്രിമാരെ ഒന്ന് കേൾക്കാനായി? ഈ ഫൈനാൻസ് കമ്മീഷൻ ഇത്തരത്തിലുള്ള അവരുടെ നിർദ്ദേശം നൽകുന്നു. ആ നിർദ്ദേശം നൽകുമ്പോൾ അറിയേണ്ടുന്നതായ കാര്യം, ഇന്ത്യ ആദ്യം ആസൂത്രണ കമ്മീഷൻ എല്ലാം വന്ന കാലത്ത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായി ബന്ധപ്പെട്ട്, ഞാൻ യൂണിയൻ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള റവന്യൂ ഷെയറിംഗ് എന്നുള്ളത് അതിന്റെ തുടക്കം എന്നത് 68:32 എന്നുള്ളത് 32 യൂണിയൻ ഗവൺമെന്റും 68 സംസ്ഥാന ഗവൺമെന്റുകൾക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു. ഇപ്പൊ അത് വന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് 70-നപ്പുറത്തേക്കും സംസ്ഥാന ഗവൺമെന്റിന് 30-ലേക്ക് താഴെയും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. ഇവിടെ റവന്യൂ ഷെയറിംഗിൽ അനീതിയാണുള്ളത്, ഗ്രാൻഡിന്റെ കാര്യത്തിൽ അനീതിയാണുള്ളത്. അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് വായ്പകൾ നൽകുന്നതിൽ പോലും, അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം വിഴിഞ്ഞം പദ്ധതിക്ക് നൽകുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടടക്കം നാം അനുഭവിക്കുകയാണ്. ശരി, ഞാൻ ഒരു ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇതിൽ ഈ നിർമ്മലാ സീതാരാമൻ തന്നെ പറഞ്ഞത് 2023-24 കാലത്ത് കേരളത്തിന് അനുവദിച്ചത് 94,649 കോടി രൂപയാണ്. പക്ഷേ ഇതിന്റെ 74% ശമ്പളം, പലിശ, പെൻഷൻ എന്നിവ നൽകാനാണ് ചിലവാക്കിയത് എന്ന് പറയുന്നു. 2022-23 കാലഘട്ടത്തിൽ 97.8% കടമെടുപ്പും നേരത്തെയുള്ള കടം വീട്ടാനാണ് എന്നും പറയുന്നു. അപ്പോൾ ഈ ഒരു വിഷയം കൂടി കേരളത്തെ സംബന്ധിച്ച് ഉയർത്തി കാണിക്കുകയാണ് നിർമ്മലാ സീതാരാമൻ. സമ്പത്ത്, അഭിലാഷ് എന്നോടാണോ ചോദിച്ചത്? അതെ അതെ, താങ്കളോടാണ്. അഭിലാഷേ, ഇത് സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയെന്ന് പറയുന്നത് സെൻട്രൽ സ്കീമുകളുടെയോ സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീമുകളിലെയോ നൽകിയതായ പണം എടുത്തിട്ട് കൊടുത്തു എന്നല്ല ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. അല്ല, സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട ഭരണഘടന അനുസരിച്ച് അർഹതപ്പെട്ടതായിട്ടുള്ള വിഹിതം, അത് നികുതി വിഹിതം അത്തരത്തിൽ ഓഹരി വെക്കുമ്പോ അതിന്റെ പകുത്തു നൽകുമ്പോ അതിന്റെ ഒരു ഷെയർ നൽകിയതാണ് പറഞ്ഞത്. അതിന് ഭരണഘടന അനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും അധികാരമുണ്ട്. അത് ചെലവഴിച്ച തുക പൂർണ്ണമായും നേരത്തെയുള്ള കടമെടുപ്പും മറ്റും വീട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ തുകയിൽ നിന്ന് എത്ര നമുക്ക് ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്നു എന്നുള്ളതുണ്ടല്ലോ.
അതെ, അതെന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് തന്നെ ആ മഹതി പറയണമല്ലോ. നാഷണൽ ഹൈവേ അതോറിറ്റി കടമെടുക്കുന്നു. അത് ഇന്ത്യ ഗവൺമെന്റിന്റെ കടത്തിന്റെ ബാധ്യതയിൽപ്പെടുത്തിയിട്ടല്ല ഇവിടെ പറയുന്ന കൺട്രോളറിന്റെ ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് ഇങ്ങോട്ടേക്ക് എഴുതി തരുന്നത്. ആണോ KVS ഏട്ടാ? അല്ലല്ലോ. പക്ഷേ കിഫ്ബി കടമെടുത്താൽ അത് കേരള സർക്കാരിന്റെ കടത്തിൽപ്പെടുത്തുകയാണ് അല്ലേ? ഇവിടെ ട്രഷറിയിൽ ഞാനടക്കം നമ്മൾ പല ആളുകളും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ല ഒരു FDI നമ്മൾ അത്തരത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതടക്കം സംസ്ഥാന സർക്കാരിന്റെ കടമിൽ അത് പെടുത്തുകയാണ് അല്ലേ? അതല്ലേ ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നത്? ഇത് ഇവിടെ ഈ നമ്മുടെ സംസ്ഥാനത്തെ ഖജനാവിലേക്ക് ഈ പറയുന്നത് നമ്മുടേതായി നമുക്കെപ്പോഴായാലും അത് കിട്ടേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നാം ട്രഷറിയിലാണ് സൂക്ഷിക്കുന്നത് എങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെ ഭാരമായി അത് മാറ്റുകയാണ്. അത് നാഷണൽ ഹൈവേ 66ന്റെ വികസനത്തിന് ഭൂമി ഏറ്റെടുത്താൽ 25% ആ ഭൂമിയുടെ തുക അങ്ങോട്ട് ഇന്ത്യ ഗവൺമെന്റിന് നമ്മൾ നൽകണം. എന്നാൽ അങ്ങനെ നമ്മൾ നൽകണം എന്നുള്ളത് അതിന് കടമെടുത്താൽ ആ കടത്തെ കൂടി കേരളത്തിന്റെ തലയിലേക്ക് വെച്ച് കിട്ടുമെന്നുള്ളതാണ്. ഏത് വികസന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ കടമെടുത്താലും അത് നിങ്ങളുടേതായ കടബാധ്യതയായി ഞങ്ങൾ കണക്കാക്കും. ഞങ്ങൾക്ക് നൽകിയാൽ പോലും എന്നുള്ള നിലയിലേക്ക് വരികയാണ്. ഇപ്പോ മലയോര റെയിൽവേയുമായി ബന്ധപ്പെട്ട് 50% തുക ഇന്ത്യ ഗവൺമെന്റിന് കൊടുക്കണമെന്നാണ് ഇന്ത്യ ഗവൺമെന്റ് പറയുന്നത്. ആ കടവും നിങ്ങൾ എടുക്കുമ്പോൾ അതും നിങ്ങളുടെ കടമായി ബാധ്യതയായി ഞങ്ങൾ കണക്കിൽ അങ്ങ് കണക്കപ്പെടുത്തിക്കോളാം എന്നുള്ള നിലയിലാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് പലതിനും വേറെ ന്യായവും കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മറ്റൊരു ന്യായവുമാണ്. ഞാൻ കഴിച്ചാൽ അമൃതത്ത്, നിങ്ങളൊക്കെ കഴിച്ചാൽ അതെല്ലാം തന്നെ അത് കാടിവെള്ളം എന്നുള്ള നിലയിൽ തീർച്ചയായും അവരെല്ലാം ഇതാണ് BJPയുടെ കോർ കമ്മിറ്റി ഇന്ന് പ്രധാനമായും പറഞ്ഞത്. കേരളം ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നത് തെറ്റാണ്, അതല്ല യഥാർത്ഥ വസ്തുത എന്ന് പറയുമ്പോൾ അതെങ്ങനെ വിശദീകരിക്കും ഇനി BJP എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും